ചെറുകിട പത്രപ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ മത്തായി മഞ്ഞൂരാൻ അവാർഡ് ജേതാവും കായംകുളത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകനും ജനജിഹ്വ ചീഫ് എഡിറ്ററുമായിരുന്ന തറയിൽ ബഷീറിന്റെ രണ്ടാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം മുനിസിപ്പൽ ലൈബ്രറി റീഡേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു. അധ്യാപകനും ജനകീയ പ്രതിരോധ സമിതി ജില്ലാ ഉപാധ്യക്ഷനും സാഹിത്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖനുമായ ബി ദിലീപൻ ഉദ്ഘാടനം ചെയ്തു. കായംകുളത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകനും ജനജിഹ്വ എന്ന പ്രസിദ്ധീകരണത്തിന്റെ ചീഫ് എഡിറ്ററുമായിരുന്ന തറയിൽ ബഷീറിന്റെ രണ്ടാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം കായംകുളം നഗരസഭാ ലൈബ്രറി ഹാളിൽ റീഡേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു. റീഡേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ഹാരിസിന്റെ അധ്യക്ഷതയിൽ കൂടിയ അനുസ്മരണ സമ്മേളനത്തിൽ അധ്യാപകനും ജനകീയ പ്രതിരോധ സമിതി ജില്ലാ ഉപാധ്യക്ഷനും സാഹിത്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖനുമായ ബി ദിലീപൻ ഉദ്ഘാടനം നിർവഹിച്ചു. നിർഭാഗ്യവശാൽ ബഷീർ സാഹിബിനെ അധികം പേരും ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അതാണ് സത്യം. He had a rough exterior and a very soft interior, I must say. പുറമേ നോക്കുമ്പോൾ അത് ഒരു പരുക്കനായി തോന്നിയില്ല. ഒരുപാട് പേര് അങ്ങനെ പരാതിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര ആർദ്രമായ സ്വഭാവ മഹിമയുള്ള ഒരാൾ കായംകുളത്ത് വളരെ അപൂർവമായിട്ട് ഞാൻ കണ്ടത്. സ്നേഹം ആയിരുന്നു മനസ്സുകൊണ്ട്, പക്ഷെ പുറമെ പ്രകടിപ്പിക്കാൻ ബഷീർ സാഹിബിനില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ദൗർബല്യം എന്ന് ഞാൻ മനസ്സിലാക്കി. ബഷീർ സാഹിബ് ഇന്നല്ലെങ്കിൽ നാളെ പ്രസ് ക്ലബ്ബുകാർ ഇദ്ദേഹത്തെ അന്വേഷിക്കും. ഇദ്ദേഹം എങ്ങനെ 40 വർഷക്കാലം നടത്തിക്കൊണ്ടുപോയി എന്ന് ആലോചിക്കും. കായംകുളത്തെ പ്രസിദ്ധീകരണങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായിരുന്നിട്ടില്ല, ക്ഷാമം ഉണ്ടായിരുന്നിട്ടില്ല. എൻ്റെ കൊച്ചുനാളിൽ സുഹൃത്തച്ചായ എന്ന് പറയുന്ന അച്ചായൻ്റെ സുഹൃത്തെന്ന് പേരുള്ള പ്രസിദ്ധീകരണമാണ്. എൻ്റെ പ്രായമുള്ളവർക്കെല്ലാം അറിയാൻ പറ്റും. സുഹൃത്തെന്നാണ് എൻ്റെ പേര്. കൃത്യമായിട്ടത് എല്ലാ മാസം 1-ാം തീയതി സുഹൃത്ത് എന്നാണ് മാസിയുടെ പേര്. അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുന്നത് സുഹൃത്തച്ചായ എന്നാണ്. ജോസഫ് കെ ജോസഫ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. പരമരസികനായ നീളെ കൊണ്ട് തടിച്ച കടുത്ത ഫ്രെയിം ഉള്ളവരോട് വെച്ച ഇപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സുമുഖനായ അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തെ സഹായിക്കാൻ 2-3 പേര് വേറെ ഉണ്ടായിരുന്നു. ഇത് സർക്കുലേഷനിൽ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ക്യാൻവാസ് ചെയ്യുന്നതിനും ലേഖനങ്ങൾ കണക്ട് ചെയ്യുന്നതിനും പ്രൂഫ് റീഡിങ്ങിനുമൊക്കെ അദ്ദേഹത്തെ സഹായിക്കാൻ വേറെ ആളുണ്ടായിരുന്നു. 2-3 പേര്. മാധ്യമ പ്രവർത്തന രംഗത്ത് വേറിട്ട ശൈലി രൂപപ്പെടുത്തുകയും നിരവധി പുതുമുഖ സാഹിത്യകാരന്മാർക്ക് അവസരം നൽകുകയും ചെയ്ത ആളാണ് തറയിൽ ബഷീർ എന്ന് ബി ദിലീപൻ അനുസ്മരിച്ചു. ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരായ പത്യൂർ ശ്രീകുമാർ, കെ നൌഷാദ്, പുതുപ്പള്ളി സയ്യിദ്, അഡ്വക്കേറ്റ് യു മുഹമ്മദ്, ഫൻസരിദാസ്, യു ഷൈജു, മായ വാസുദേവ്, നാസർ പടനിലം, ദിലീപ് മുതുകുളം, കണ്ടല്ലൂർ ലാഹിരി, ലിയാഖത്ത് പറമ്പി, ഗോപികൃഷ്ണൻ അടൂർ, LK ലിഖിത, സ്നാഫർ ബാബു, താഹ വൈദ്യൻ വീട്ടിൽ, മുബാറക് ബേക്കർ, അച്യുതൻ പിള്ള എന്നിവർ സംസാരിച്ചു. ന്യൂസ് കായംകുളം.